അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്ന ഗുജറാത്ത് വാസത്തിന് ശേഷം ഇന്ന് ഗുജറാത്ത് വിടുകയാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ INB യാത്രയിൽ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിലത്തെ എൻ്റെ സ്കൂട്ടർ യാത്രയിലത്തെ 7ാമത്തെ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാൻ്റെ ബോർഡർ ഇന്ന് നമ്മൾ കയറും. അപ്പം ഇപ്പോൾ ഇരിക്കുന്ന അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലുള്ള ഭാരത് സേവാശ്രമത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് 250 കിലോമീറ്ററിൻ്റെ റൈഡുണ്ട്, 5-6 മണിക്കൂറിൻ്റെ റൈഡുണ്ട്, ലോങ് റൈഡുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകണം. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലേക്കാം. അപ്പോൾ ഞാൻ ആശ്രമത്തിൽ നിന്ന ഈ ഒരു റൂമാണ് കേട്ടോ, 107 ഈ റൂമിലാണ് 2 ദിവസം നിന്നത്. ടോയ്ലറ്റ് ഈ കോറിഡോറിൽ കൂടെ നടന്നിട്ട് റൈറ്റ് സൈഡിൽ കുറച്ച് കിടന്നാൽ മതി. എന്തായാലും 2 ദിവസം നിന്ന് എൻ്റെ പ്രിയപ്പെട്ട റൂമേ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം 250 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് ഇന്ന് ഓടിക്കാനുള്ളത്. ഉദയ്പൂർ വരെ പോകാനുണ്ട്. ഉദയ്പൂരിൽ പോയിട്ട് സ്റ്റേ എടുക്കണം എന്തായാലും. ഇവിടെ ഗുജറാത്തിലെ റോഡ്സൊക്കെ വെറുതെ ക്യൂട്ടുമാണ് കേട്ടോ. നല്ല കലക്കൻ റോഡുകളാണ്, നല്ല റോഡുകളാണ്, നല്ല നൈസാണ്. പെട്രോളിനും വില കുറവാണ്, റോഡുകളും നൈസാണ്. ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല, അത് വേറെ കാര്യം. ആൾക്കാരുടെ വെളിവുകേട് നല്ല രസമാണ്. ഹെൽമെറ്റ് സംഭവങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ നോക്കത്തൊന്നുമില്ല. അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ റോഡുകളും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. ഇതിപ്പോൾ ആ ഒരു സബർമതി റിവർ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ റിവർ ഫ്രണ്ടിൻ്റെ അടുത്തുള്ള റോഡാണത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ ആ ഒരു വാക്ക് വേ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അറ്റാൽട്ടണിലൊക്കെ ഈ ഒരു റോഡിൽ തന്നെയാണ് ഉള്ളത്. അഹമ്മദാബാദിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ സൈഡിൽ അതിൻ്റെ ആ ഒരു വീഡിയോ ലിങ്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ കയറി കണ്ടു നോക്കാം കേട്ടോ. നമുക്കിവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജയയുടെ എവറസ്റ്റ് എക്സ്പെഡീഷനൊക്കെ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. എവറസ്റ്റ് കയറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആദ്യത്തെ ലേഡി ആയിരിക്കും ജയ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിൽ. സോ ജയയുടെ ആ ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ജയയുടെ പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അതുപോലെ എവറസ്റ്റ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഒരു 30-40 ലക്ഷം രൂപയൊക്കെ ചിലവ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ സഹായങ്ങൾ ചെയ്യുക. ജയയുടെ ആ ഒരു വലിയ യാത്രയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മളും കൊടുക്കുക, അവരുടെ ആ ഒരു യാത്രയുടെ ഭാഗമാവുക. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി നോക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ വിടാം. ഇന്ന് രാജസ്ഥാൻ പിടിക്കണം, ഉദയ്പൂർ പിടിക്കണം. ഉദയ്പൂർ ഒരു 3 ദിവസമൊക്കെ നിൽക്കാം എന്തായാലും നമുക്ക്. എന്ത് രസമുള്ള ഹൈവേകളാണ് നോക്കിക്കുക, എന്ത് ഭംഗി കാണാനായിട്ട്. നല്ല 6 വരിപ്പാതയാണ്, നല്ല രസമുണ്ട്. പക്ഷേ ആ റോഡൊക്കെ കാണാനായിട്ട് മരങ്ങളും ഒക്കെ, ഫുട്പാത്തൊക്കെ കണ്ടില്ല, മരങ്ങളൊന്നും അവർ വെട്ടിയിട്ടില്ല. മരങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഫുട്പാത്ത് അവർ പണിതേക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ എന്തോരം മരങ്ങളെ വെട്ടിക്കളയുന്നത് റോഡ് വരുന്ന സമയത്ത്. ഇതിപ്പോഴത്തെ ഇൻഡിക്കേറ്ററിലൂടെ ഇടാതെ പോയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇവന്മാരുടെ വെളിവുകേടിൻ്റെ ഒരു വിഷയം ഇതാണ്. ബോധമില്ലാതെയാണ് വണ്ടി കൊണ്ട് ഇറങ്ങുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കിക്കേ, റോങ് സൈഡ് എടുത്ത് കയറുന്നവന്മാരുടെ എണ്ണം നോക്കിക്കേ. 2, 3, 4, 5, 6 എത്ര എണ്ണം റോങ് സൈഡ് എടുത്ത് കയറുന്നത്. ഒന്നിനും ഹെൽമെറ്റും ഇല്ല. നമ്മുടെ MVD ഒക്കെ ഉണ്ടല്ലോ, അവരിവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു 2 മാസം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കടങ്ങളെല്ലാം കിട്ടാൻ പറ്റും. അതുപോലത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ പിന്നെ അതൊന്നും അങ്ങനെ ആരും നോക്കുന്നൊന്നുമില്ല. എന്താണോ ഇതൊക്കെ ഇനി മാറുമോ ആർക്കറിയാം. ഇതൊക്കെ ഇനി മാറുമെന്ന് തോന്നുന്നില്ല, ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. നല്ല അലമ്പ് പാട്ടൊക്കെ വെക്കുന്നുണ്ടല്ലോ. കല്യാണമാണ് തോന്നുന്നു കേട്ടോ അവിടെ, കൊട്ടുമ്പോഴൊക്കെ. ഇവരുടെ കല്യാണമൊക്കെ ഇങ്ങനെയാണ്. അയ്യോ, സിഗ്നൽ. ഓ, സിഗ്നൽ ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നിർത്തത്തൊന്നുമില്ല, മരം എടുത്തോണ്ട് പോകും. ഞാനെടുക്കൂല. ഞാനാണെങ്കിൽ സീബ്ര ലൈനിലേക്ക് പോലും കൊണ്ടുപോയിട്ട് വണ്ടി വെക്കൂല. ഞാൻ തിരിച്ച് ബാക്കിലേക്ക് എടുത്ത്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ട്രാഫിക് റൂളുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ഫോളോ ചെയ്ത് തന്നെ പോകും. കാരണം ഈ സീബ്ര ലൈനിൽ കിട്ടി വണ്ടി വെക്കുന്നതും ഇങ്ങനത്തെ മോശം പരിപാടിയാണെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ യാത്രകളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാവും. പിന്നെ അങ്ങനത്തെ നിയമലംഘനങ്ങളൊക്കെ നമ്മൾ പരമാവധി കുറയും. നമ്മൾ കസർത കൊണ്ടൊക്കെ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെൽമെറ്റ് മസ്റ്റാണ്. എന്തൊക്കെ വന്നാലും തല വേണം. ഈ തലയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റുമ്പോഴാണ് കൂടുതൽ ആളുകളും ഈ ഒരു ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. അപ്പം ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഞാനങ്ങനെ എപ്പോഴും വെക്കും, എനിക്കത് ശീലമാണ്. പിന്നെ നമ്മൾ തന്നെ ഇപ്പം ലോങ് റൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൈഡിങ് ഗിയേഴ്സ് ഇട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നീ ഗാർഡും എൽബോ ഗാർഡും. നമ്മുടെ ജാക്കറ്റ് ആണെങ്കിലും L3 ജാക്കറ്റാണ്, ലെവൽ 3 ജാക്കറ്റാണ്. SPRSൻ്റെ ജാക്കറ്റാണ്, നല്ല ജാക്കറ്റാണ് കേട്ടോ.
കലക്കൻ ജാക്കറ്റാണ്. ഓൾറെഡി ഷോൾഡറിലൊക്കെ ഒരു എക്സ്ട്രാ മറ്റേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവത്തിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണാലും നമ്മുടെ ജാക്കറ്റും നമ്മുടെ ഈ ഒരു നീ ഗാർഡ്, എൽബോ ഗാർഡ് സംഭവങ്ങളൊക്കെ നമ്മളെ കുറേ പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് ജാക്കറ്റിൻ്റെ പാൻറ് വാങ്ങിക്കാൻ പറ്റിയില്ല. ജാക്കറ്റിന് തന്നെ ഞാൻ 7000 രൂപയ്ക്കാണ് ട്രിപ്പിൻ്റെ മുമ്പത്തെ സമയത്ത് വാങ്ങിക്കുന്നത്. ട്രിപ്പിന് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ജാക്കറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ ജാക്കറ്റിൻ്റെ പാൻറ്റിനും അതിന് 7000 രൂപയോളം വിലയുണ്ട്. ഒരു L3 ലെവലിലുള്ള ജാക്കറ്റിൻ്റെ മിനിമം റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. ശരിക്കും അതിനേക്കാളും കൂടുതലാണ് റേറ്റൊക്കെ. 15ഉം 20ഉം 25ഒക്കെയുള്ള ജാക്കറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കലൂരിലുള്ള മറ്റേ ഓട്ടോക്വീനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓട്ടോക്വീനിലത്തെ ആ ഒരു പുള്ളിയായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ പുള്ളിയാണ് നമുക്ക് സാധനങ്ങളൊക്കെ തന്നത്. പുള്ളി ചെറിയ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തന്നു. കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ പുള്ളി ചെയ്തു തന്നായിരുന്നു. ഓട്ടോയുടെ ഒക്കെ കളർ നോക്കി, വെള്ളമൊക്കെ കണ്ടിട്ട് മാസങ്ങളായെന്ന് തോന്നുന്നു. ഇവിടുത്തെ പൊടിയും ഭയങ്കരമാണ്. മൊട്ട ചിലോട 15 കിലോമീറ്റർ, ഉദയ്പൂർ 240 കിലോമീറ്റർ. ഓഫ് സബാഷ്, നല്ല ലോങ് ഉണ്ട്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാവും, രാത്രി ആവും എത്തുമ്പോഴത്തേക്ക്. ഞാൻ എപ്പോൾ റൈഡിങ്ങിന് ഇറങ്ങിയാലും അത് ഉച്ചയ്ക്കായിരിക്കും ഇറങ്ങുന്നത്. ഞാൻ എത്ര നേരത്തെ ഇറങ്ങി വരാൻ നോക്കിയാലും ഞാൻ ഇറങ്ങി വണ്ടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10 മണി 10:30 കഴിയും. നമ്മൾ റൈഡ് ചെയ്യുന്ന കൂടുതലും ആ ഒരു ഭയങ്കര വെയിലുള്ള സമയത്ത് തന്നെ റൈഡ് ചെയ്യുന്നത്. അതങ്ങനെയാണ് ഈ ട്രിപ്പിലുടനീളം അങ്ങനെയാണ് റൈഡ് ചെയ്തേക്കുന്നത്. കറക്റ്റ് ആ ഒരു 11 to 4 മണി വരെയുള്ള ആ ഒരു പൊരിവെയിലെ സമയത്തൊക്കെ ഞാൻ വണ്ടിയിലായിരിക്കും. രാവിലെ എണീക്കൽ നടക്കത്തില്ല. ഒന്നാമത് നമ്മൾ വന്ന റൂമൊക്കെ എടുത്ത് വീഡിയോസൊക്കെ കോപ്പി ചെയ്ത് കുറച്ചൊക്കെ ചില ദിവസങ്ങളൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. ഞാൻ ആദ്യത്തെ 2 മാസമൊക്കെ വീഡിയോസ് കറക്റ്റായിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ അത് വന്നപ്പോൾ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങാണ്. ഒരു 3-4 തവണയെങ്കിലും ഞാൻ വണ്ടി ഓടിച്ചിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഭയങ്കര സീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഈ എഡിറ്റിംഗ് പരിപാടി ഇപ്പോൾ തൽക്കാലം നിർത്താം. സമയം കിട്ടുമ്പം കുറച്ച് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ബാക്കി തിരിച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ബാക്കി ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോൾ. നമ്മൾ മാക്സിമം പറ്റുന്ന വീഡിയോസ് അത്രയും നമ്മൾ ഈ ട്രിപ്പിൽ തന്നെ എഡിറ്റ് ചെയ്യും. ബാക്കിയുള്ളത് വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡിലേ വരും. നല്ല ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാൻ കേട്ടോ. പോകുന്ന വഴിയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി താളി പറഞ്ഞു. ഞാൻ വെയിറ്റ് എത്തിക്കുകയാണ് താളിക്ക് വേണ്ടിയിട്ട്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെയിട്ടൊന്നും കഴിച്ചിട്ടില്ല, നല്ല ഇഷ്ടപ്പെട്ട്. ഇനി നമുക്കൊരു 240 കിലോമീറ്ററോളം വണ്ടി ഓടിക്കാറുണ്ട്. ഇന്നേനും ഉദയപൂർ എത്തുമെന്ന് സംശയമാണ്. ഒട്ടും പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കെവിടെയെങ്കിലും ടെൻ്റടിക്കുകയും ചെയ്യും. നോക്കാം നമുക്ക്. ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. ഇവരാദ്യം മറ്റേ ഷാസ് തരും. ഷാസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട്, നല്ല ടേസ്റ്റിലാണ്. നമ്മുടെ താളി വന്നിട്ടോ, റൊട്ടി ഉണ്ട്, പപ്പടമുണ്ട്, റൈസ് ഉണ്ട്, പിന്നെ 2 സബ്ജി ദാല്. ഞാൻ കഴിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം രാജസ്ഥാനി ഫുഡ് കഴിക്കാൻ നല്ല ഫുഡാണ്. നമുക്ക് പോയേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളാ ഫുഡ് കഴിക്കാൻ കയറിയെടുത്തൊന്ന് നേരെ വിട്ടു കേട്ടോ. അപ്പോൾ ഏതാണ്ടൊരു എന്താ പറയുക, രാജസ്ഥാൻ്റെ ബോർഡറൊക്കെ ആവാറായിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഒരു 10-30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ രാജസ്ഥാൻ്റെ ആ ഒരു ഒഫീഷ്യലി ആ ഒരു ബോർഡർ എൻ്റർ ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നെറ്റ്വർക്ക് ഇല്ല. ഗൂഗിൾ എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നും നെറ്റ് കിട്ടണില്ല. ഞാൻ ഇവിടെ ഒരു ദാബയിൽ ചാടിക്കണി കയറിയാണ്. എനിക്ക് ഉറക്കം വരുന്നത്. നട്ടുച്ചയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഉറങ്ങനാണ്. അത് കാരണം വണ്ടി സൈഡാക്കി ഒരു ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടേ പോകുന്നുള്ളൂ. ഓ, നല്ല റോഡാണ് കേട്ടോ, സ്ട്രെയിറ്റ് റോഡാണ്, വിട്ടടിച്ചിങ്ങ് പോരാവുന്ന റോഡാണ്. പിന്നെ വെയിലായതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല, കാര്യമായിട്ടൊന്നും ഇങ്ങ് നിർത്തിയില്ല. അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ വെച്ച് ഇങ്ങ് പോകുന്നു. അതിവിടെ ഒരു ദാബയിൽ കയറിയതാണ് കേട്ടോ. ഇവർ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇത് ചായയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണാവോ ചായയിലെടുത്തത്. ഞാൻ ഓർത്ത് സാമ്പാറാണത്, ചായ അത്. അതിനകത്തുള്ള ഇലയും കായ എന്തൊക്കെ വെട്ടിക്കണ്ടിച്ചിടുന്നുണ്ട് ഗുയ്സ്, ഒരറിവില്ല. ചായ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഓർത്ത് കുളമാവെന്ന് വിചാരിച്ചു, പക്ഷെ വലിയ കുഴപ്പമില്ല. എന്തൊക്കെയൊക്കെ വാരി ഇട്ടായിരുന്നു, അതെല്ലാം അവർ അടിച്ച് കളഞ്ഞു. നല്ല കടുപ്പമുണ്ട്. പാട്ടൊക്കെ പാടി പോട്. ട്രക്കുകാരുടെ ഹോണിന് നല്ല രസമാണ് കേൾക്കാൻ. ഇപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചേ ഇവിടുന്ന് പോയേക്കാണുണ്ടോ. നമുക്ക് നേരെ ഇനിയും ബോർഡർ കയറിയിട്ട്
രാജസ്ഥാൻ പിടിക്കാം. മാക്സിമം ഇന്ന് ഉദയപൂർ പിടിക്കാൻ നോക്കണം. 100-150 കിലോമീറ്ററോളം ഇനിയുണ്ട്. 150 ഉണ്ടാവില്ല, 120-120 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. അതിൽ ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് അവിടെ നിന്ന് നേരെ ഇങ്ങ് വിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എങ്ങും ഇടയിൽ നിർത്താൻ ഉദ്ദേശിക്കാനല്ല, നമുക്ക് മാക്സിമം ഒരു സ്പീഡിലങ്ങ് പോവാം. ഗുയ്സ്, ആ ജീപ്പ് നോക്കിക്കേ, ഒരു പോട കണ്ടില്ലേ, 2 എണ്ണം ബാക്കിൽ തൂങ്ങിക്കിടക്കണ്, ഒരെണ്ണം സൈഡിൽ പിടിച്ചോണ്ട് നിൽക്കണ്. ഓ, ഈ ഹൈവേ കൂടെ ഒക്കെ പോണ പോക്ക് കണ്ടില്ലേ, കണ്ടിട്ട് ചിരിയും പറയണത് നമുക്ക് കഷ്ടം തോന്നണ്. എന്താ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് രാജസ്ഥാൻ കയറുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ല സാധ്യതയുണ്ട്. ഓട്ടോയിലൊക്കെ ഇടയ്ക്ക് മറ്റേ പുറത്തൊക്കെ ആൾക്കാർ തൂങ്ങി പിടിച്ചൊക്കെ നിന്ന് പോകുന്ന കാണാം. കോമഡിയാണ്. ഈ റോഡൊക്കെ കണ്ടില്ലേ, സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് ഇടയിൽ ടേണോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഹൈവേ പിടിച്ച് ഇങ്ങനെ പോയാൽ മതി. ഒരു 60-70 സ്പീഡൊക്കെ നമുക്ക് മിനിമം പിടിച്ചിട്ട് അങ്ങ് പോവാം. ഞാനെപ്പോഴും ഒരു 80 കൂടുതലൊന്നും പോകാറില്ല, ഒരു 70-80 ആ ഒരു റേഞ്ചിലാണ് നിർത്താറ്. പക്ഷെ ഇപ്പോഴത്തെ നോക്കിക്കേ 85-86 കയറിയിട്ടുണ്ട്. ഇറക്കമാണ് കേട്ടോ. ഞാൻ മുത്തായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പോയേക്കണ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്ന ഒരു 90-92 എപ്പോഴെങ്ങാട്ടും കയറിയിട്ടുണ്ട് സ്കൂട്ടറായിട്ട് പോയിട്ട്. അതൊരു ഇറക്കത്തിൽ നല്ല ആക്സിൽ കൊടുത്ത് നല്ല സ്പീഡിൽ വന്നിട്ട് ഒരു ഇറക്കത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അത് അറൗണ്ട് ഒരു 90 എബോവ് പോയി. അല്ലാതെ നോർമലി പോകുകയാണെങ്കിൽ ഒരു 88 ഒക്കെ വരെ നമ്മുടെ മുത്തേ സ്പീഡ് ഉണ്ടാവുള്ളൂ. അന്ന് ഞാനൊരു 92 km/h സ്പീഡിൽ വിട്ട്. സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല. പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് വട്ടം ചാടുവോ എന്തെങ്കിലും പശുക്കളൊക്കെ വന്നിട്ട് റോഡിനോട് കിടവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് സ്കൂട്ടറിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു സേഫ് സ്പീഡിൽ പോകുന്നതാണ് നല്ലത്. സ്കൂട്ടറിന് ഏത് വണ്ടിക്കാണെങ്കിലും ഒരു സേഫ് സ്പീഡ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. നമ്മളുടെയൊക്കെ ഒരു കംഫർട്ട് സ്പീഡ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് 50 എന്ന് പറയുന്നത് ഒരു മിനിമം കംഫർട്ട് സ്പീഡാണ്. എനിക്ക് ആ ഒരു സ്പീഡെങ്കിലും പോയാലേ ഒരു സുഖമുള്ളൂ. അതിനകത്ത് താഴെ പോയി കഴിഞ്ഞാൽ അത്ര സുഖം തോന്നുന്നില്ല. ഞാൻ ഹൈവേയിലെ കാര്യം വേണ്ടിയാണ് പറയുന്നത്. അല്ലാത്ത പോക്കറ്റ് റോഡ്സും വില്ലേജ് റോഡ്സൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ എഴഞ്ഞായിരിക്കും പോകുന്നത് വഴിയൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിയൊക്കെ ആയിരിക്കും പോകുന്നത്. നല്ല സ്ട്രൈറ്റ് ഹൈവേയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മിനിമം ഒരു 50-ലെങ്കിലും അങ്ങ് വിട്ടുപോകും. പിന്നെ എൻ്റെ റൈഡിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ എന്താ പറയുക, 2 മണിക്കൂർ വേണ്ട റൈഡ് ഞാൻ ഓടിക്കുമ്പോഴത്തേക്ക് 10 മണിക്കൂർ വേണ്ടി വരും. ഞാൻ വഴിയിൽ കാണുന്നിടത്തൊക്കെ നിർത്തും, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും. അവിടെ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരു പയ്യനെ പരിചയപ്പെടും, പിന്നെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടേലൊക്കെ പോയി കളയും. നമ്മളുടെ ഒരു യാത്രയുടെ സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് എല്ലാ ആളുകളോട്ടും മിങ്കിൾ ചെയ്ത് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം. നമ്മൾ ചുമ്മാ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് വെറുതെ റൈഡ് ചെയ്ത് പോകുന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്താലും അവിടെ കുറേ നേരം ഇരിക്കും, 1/4 മണിക്കൂറൊക്കെ ഇരിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ വണ്ടി സൈഡാക്കും. ഞാൻ കൂടുതലൊന്നും ആലോചിക്കത്തില്ല, ഞാൻ അപ്പോൾ തന്നെ വണ്ടി സൈഡാക്കും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കും. ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കും. പിന്നിപ്പോൾ അങ്ങനെ ഒരുപാട് നിർത്താനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓൾറെഡി നമ്മൾ ഉദയപൂർ എത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പായിട്ട് എത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. മുത്തിൻ്റെ പെട്രോൾ തീരാറായിട്ടുണ്ട്, നമുക്ക് അടിക്കണമല്ലോ. നമ്മുടെ പെട്രോൾ ടാങ്ക് വണ്ടിയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് ലഗേജ് മൊത്തം ഇറക്കിയാലേ പെട്രോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വേറെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ജൂപ്പിറ്ററിൻ്റെ ഒക്കെ പുറത്താണ് പെട്രോൾ ടാങ്ക് വരുന്നത്, ആ ഒരു ഓപ്പണിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഗേജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫുൾ അഴിക്കണം. അപ്പോൾ ഞാൻ ഏത് പമ്പിൽ കയറിയാലും വണ്ടി നേരെ സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റും, സാധനങ്ങൾ മൊത്തം അഴിക്കും. എനിക്കൊന്ന് ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ഇത് സമയം എടുക്കുമായിരുന്നു, ഒരു 1-2 മിനിറ്റ് എടുക്കുമായിരുന്നു മൊത്തം അഴിക്കാനായിട്ട്. ഇപ്പം പിന്നെ ഈസിയാണ്. 2 വള്ളി അഴിക്കുന്നു, നേരെ ഇത് പൊക്കുന്നു, എടുത്ത് താഴെ വെക്കുന്നു, പെട്രോൾ അടിക്കുന്നു, പിന്നെ വണ്ടി കുറച്ച് മുമ്പിലേക്ക് നീക്കി വെച്ചിട്ട് ഞാൻ ബാക്കി വീണ്ടും ടൈ ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്ന് ഇപ്പം നടത്തും. പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടെ പെട്രോൾ പമ്പിലെ ചേട്ടന്മാരൊക്കെ ഒരു അത്ഭുതത്തോട്ടായിരിക്കും നമ്മളെ നോക്കുന്നത്. ഇതേതാണ് ഇവൻ, കേൽ വണ്ടി, കേൽ എവിടെയാണെന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. കേരളം എന്ന് പറയുമ്പോൾ കേരളം എവിടെയാണെന്ന് ചോദിക്കും, തമിഴ്നാട്ടിലാണെന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളം തമിഴ്നാട്ടിലാണെന്നൊക്കെ എന്നോട് ചോദിച്ചേക്കാം അവർക്ക്. പിന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, നമുക്കതിലൊന്നും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പെട്രോൾ അടിച്ച് നിറച്ചല്ലോ പുള്ളി, തുളുമ്പിയൊക്കെ അടിച്ചേക്കണ്. ഓടിക്കുമ്പോൾ കുറച്ച് ഇറങ്ങിക്കോളും. ചിലത് ഇങ്ങനെ പെട്രോൾ അടിക്കുന്നത് ഒരുപാടങ്ങ് തുളുമ്പിക്കും. ഞാൻ സാധാരണ ഗൂഗിൾ പേ ആണ് ചെയ്യാറ്. ഇന്നെന്തായാലും നമുക്ക് ക്യാഷ് കൊടുക്കാം, ക്യാഷ് ഇരിപ്പുണ്ട്. ചില്ലറ പിറകി കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ഹാപ്പി. നമുക്ക് എന്തായാലും റൈഡ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നേരെ ഇനിയിപ്പം ഉദയ്പൂർ ഓടിക്കാം. ഉദയ്പൂർ എത്തിയിട്ടുള്ളൂ ബാക്കി കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് അവിടെ നിന്ന് വിട്ടടിച്ചിങ്ങ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം സ്ഥലമൊക്കെ എത്താറായിട്ടുണ്ട്. ഒരു 7-8 കിലോമീറ്ററും കൂടെ ഉള്ളിന് നമ്മളത് ഉദയ്പൂർ ആ ഒരു സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നല്ല തിരക്കായിരിക്കും, വണ്ടികൾ കുറച്ച് കൂടുതൽ കാണും മിക്കവാറും. ഈ ഉദയ്പൂർ സിറ്റിയിൽ എന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. ഒരു 3-4 ദിവസമെങ്കിലും മിനിമം നമ്മളുണ്ടാവും. ഉദയ്പൂരിൽ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. ഇവിടുത്തെ പാലസും സിറ്റി പാലസൊക്കെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ പിച്ചോള ലേക്ക് ഉണ്ട്, വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്തായാലും പോകണം.
പിന്നെ ഇവിടെ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ആശ്രമങ്ങളും അതുപോലെ തന്നെ ഈ ധരംശാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം പൈസ കുറച്ച് കുറവായിരിക്കും. അപ്പം ഞാനും അങ്ങനത്തെ ധരംശാലകൾ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ധരംശാലകളിൽ ചിലപ്പം ക്യാഷ് കുറവായിരിക്കും. നമുക്കൊരു 200-250 രൂപയൊക്കെ ചിലപ്പോൾ റൂം കിട്ടും. റൂമാകുമ്പോൾ നമുക്ക് സേഫായിട്ട് സാധനങ്ങൾ വെക്കുകയും ചെയ്യാം. ഈ ഡോർമെറ്ററി എടുക്കുന്നതിൻ്റെ ആ റിസ്ക് ഉണ്ടാവത്തില്ല. 2-3 ധരംശാലകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. റൂം കിട്ടുകയാണെങ്കിൽ അവിടെ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ നോക്കണം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുകയാണെങ്കിൽ സെറ്റാണ്. നമ്മുടെ ബഡ്ജറ്റും കുറവാണ്. നമുക്ക് ഈ ഹോട്ടലൊക്കെ എടുത്തിട്ട് പോകാനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല. ഇപ്പോൾ ഹോട്ടൽ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 500-600 രൂപയൊക്കെ വെച്ചിട്ട് റൂമിന് വരും. അപ്പോൾ 600 രൂപയൊക്കെ ഒരു ദിവസം കൊടുത്തിട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ബഡ്ജറ്റിനേക്കാളൊക്കെ ഭയങ്കര മുകളിലാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു മാക്സിമം ഒരു 200 രൂപ 300 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന സ്റ്റേകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഉദയ്പൂർ സിറ്റി ഏരിയ വന്നിട്ട് ടെൻറ്റ് അടിക്കുക എന്നുള്ള ഓപ്ഷൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഇവിടെ 3-4 ദിവസം നിൽക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റൂം എടുക്കേണ്ടി വരും. ഇപ്പം ധരംശാലകളാണ് ഞാൻ നോക്കുന്നത്. നോക്കട്ടെ, എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഗുയ്സ് അങ്ങനെ ഞാനൊരു സ്പോട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ധരംശാലയുണ്ട്. രാംചന്ദ്രജി ചമ്പാലാൽ മഹേശ്വരി ധരംശാല എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ കിട്ടുന്നൊരു സ്ഥലമാണ്. ഞാനിതിങ്ങനെ അവരുടെ റിവ്യൂസ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലം ലൊക്കേഷൻ ഇട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ റൂംസ് ഉണ്ട്. ഒരു 150 രൂപ തൊട്ടുള്ള 100-150 രൂപ തൊട്ട് 250-300 രൂപ വരെയുള്ള നല്ല റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. റൂം ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് ഭയ പറഞ്ഞത്. सिंगल रूम अवेलेबल है? सिंगल रूम अवेलेबल कहाँ के हो? कहाँ के हो आप? केरला से। आईडी का जीरोक्स और लॉक ले लो एक बार। आईडी कार्ड का फोटो ओके है ना? പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കൂടാം. മുകളിലൊക്കെ ആയിരിക്കും നമുക്ക് റൂം കിട്ടുന്നത്. ഈ ലഗേജൊക്കെ എടുത്തുകൊണ്ടും മൈലിൽ കയറുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ ID കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊസീഡ് ചെയ്യട്ടെ. ഗുയ്സ്, അപ്പോൾ ഞാൻ ഇവിടെ ധരംശാലയിൽ റൂം എടുത്തിട്ടോ. ഞാൻ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഞാൻ പോയി ലഗേജൊക്കെ ഒന്ന് റൂമിൽ കൊണ്ടുവച്ച് സെറ്റാവട്ടെ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ യാത്രയിൽ നമ്മളുടെ 7ാമത്തെ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ഉദയ്പൂരിലാണ്. ഇവിടെ വന്നിട്ട് ഞാനൊരു ധരംശാല കിട്ടി. ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. 200 രൂപയാണ് കേട്ടോ പെർ ഡേയിൽ. 200 രൂപ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു ഡീലാണ്. അപ്പോൾ ഇതൊരു റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, ബാത്റൂം കോമൺ ബാത്റൂമാണ്, പുറത്താണ്. ഉദയ്പൂർ സിറ്റിയുടെ സെൻറ്റർ തന്നെയാണ് ഈ ഒരു ധരംശാല വരുന്നത്. അപ്പം ഞാൻ എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ തണുപ്പുണ്ട്. രാജസ്ഥാനിൽ തണുപ്പുണ്ടെന്ന് ഓൾറെഡി എന്നോട് പലരും പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ നേരെ പോയിട്ട് തണുത്ത വെള്ളത്തിൽ പോയാൽ കുളിച്ച് എൻ്റെ പോയിട്ട് ചുമ്മാ കുറച്ച് പട്ടിഷ അടിക്കാൻ വേണ്ടി കുളിച്ചാണ്. അയ്യോ, നല്ല തണുപ്പുണ്ട് ഗുയ്സ്. കൗതുകം കുറച്ച് കൂടുതലാണ്. എന്തായാലും ഒന്ന് ബോഡി സെറ്റായിട്ടുണ്ട്. ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബോഡി സെറ്റാകും. അപ്പം മാത്രമല്ല, നമ്മൾ രാവിലെ അവിടെ നിന്ന് റൈഡ് ചെയ്ത് ഇത്രയും വന്നാലേ അപ്പം പിന്നെ കുളിക്കാനായിട്ട് കിടക്കാൻ പറ്റൂല. എനിക്കത് പറ്റൂല. അപ്പോൾ ഈ ഒരു സ്റ്റേ എങ്ങനെയാണെന്ന് നോക്കട്ടെ. കംഫർട്ടബിൾ ആണെന്നാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഒരു 3-4 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഉദയ്പൂർ നമുക്ക് മാക്സിമം സ്ലോ ആയിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകണേ. നമുക്ക് രാജസ്ഥാനി ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യണം. താളി കിട്ടും എന്തായാലും. താളി ആകുമ്പോൾ അത്ര റേറ്റ് ഒന്നും ആവത്തില്ല. 100 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടും. അല്ലെങ്കിൽ റൊട്ടിയും കറി, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. ദാൽ ബട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. രാജസ്ഥാൻ്റെ ഫേമസ് ആയിട്ടുള്ള ഭയങ്കര മെയിൻ ആയിട്ടുള്ളൊരു ഡിഷാണ് ദാൽ ബട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം 18 ഡിഗ്രി 17 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത്. രാത്രി 10 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ വരെ പോകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഷോർട്സേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ജീൻസ് ഉണ്ട്. ഞാൻ ജീൻസ് ഇടുന്നില്ല. നമുക്ക് കുഴപ്പമില്ല. അത്ര തണുപ്പൊന്നും വലിയ പ്രശ്നമില്ല. ഒരു പരിധി വരെയൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തണുപ്പായിട്ട് മാനേജ് ആവണമെങ്കിൽ ഇതേപോലെ തന്നെ നടന്ന് വേണം മാനേജ് ആവാനായിട്ട്. നമ്മൾ ഫുള്ള് പൊതിഞ്ഞ് കിടക്കുകയാണെങ്കിൽ തണുപ്പ് എന്താ പറയുക, അതില്ലാണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ജാക്കറ്റ് ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ഷോർട്സും ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ട് നൈറ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ വണ്ടിയുടെ കീം കൂടി എടുക്കുന്നുണ്ട്. നടന്നേ പോകുന്നുള്ളൂ. നൈറ്റ് എനിക്ക് വണ്ടി ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ, അത് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ധരംശാലത്തെ റൂമുണ്ട്. വലിയ റൂമാണ്, പക്ഷേ വൃത്തിയും മെനയൊന്നുമില്ല. ബെഡാണെങ്കിലും നല്ല ബെഡ്ഷീറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നേക്കുന്ന ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, അത് കഴുകിയിട്ട് കൊല്ലങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ബെഡിനും വലിയ വൃത്തിയൊന്നുമില്ല, നല്ല അഴുക്കാണ്. ഇപ്പോൾ 2 ഷീറ്റ് ഉണ്ട്, അതിന് മുകളിൽ വിരിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഫാനുണ്ട്, പ്ലഗ് പോയിൻ്റ് ഉണ്ട്. വേറെ ആർഭാടങ്ങളൊന്നുമില്ല. നമുക്കിത് ധാരാളമാണ്. ഗുയ്സ്, ഞാൻ റോഡിലാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട്
കോട്ടും ഒക്കെ ഇട്ട് ജാക്കറ്റും ഇട്ട് ജീൻസൊക്കെ ഇട്ട് എല്ലാവരും നടക്കുന്നത്. ഞാൻ ഇവിടെ ടീഷർട്ടും നിക്കറിട്ട് നടക്കുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവനേതാണ് ഈ തണുപ്പത്ത് നിക്കറൊക്കെ നടക്കാമെന്നുള്ള രീതിയിൽ നോക്കണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടോ, താളി കഴിച്ച്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല. റൊട്ടി ഒരു കറി നല്ലതായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 80 രൂപയായി. ഞാൻ തിരിച്ച് നമ്മുടെ ധരംശാലയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബിക്കോസ് ഞാൻ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം. ഇതിനുള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം 2:30 ആയിട്ടോ. ഞാൻ കിടന്നായിരുന്നു. ഞാനൊരു നിക്കറും ടീഷർട്ടൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങിയതായിരുന്നു. രാത്രി ഇപ്പോൾ എണീച്ച് ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ട് ഭയങ്കര തണുപ്പ്. തിരിച്ചെത്തുമ്പോഴത്തേക്ക് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. 13 ഡിഗ്രി 14 ഡിഗ്രി കണ്ടാണ്. ഞാൻ പോയിട്ട് എക്സ്ട്രാ ഒരു ടീഷർട്ടും ജീൻസൊക്കെ എടുത്തിട്ട് ഭയങ്കര തണുപ്പാ. എണീച്ചിലായിരുന്നെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയേനെ, പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. ഞാൻ ഗ്ലൗസൊക്കെ എടുത്തിരട്ടെ. എൻ്റെ കയ്യിൽ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. വാങ്ങിക്കേണ്ടി വരും, തെർമലൊക്കെ കുറച്ച് വാങ്ങിക്കേണ്ടി വരും തോന്നുന്നു. ഞാൻ ഉറങ്ങാനുള്ള ഒരിടെ കേട്ടോ. നല്ല എളുപ്പമാണ്, പുറത്ത് നല്ല എളുപ്പമാണ്. ഞാൻ മുത്തിനെ പോയി നോക്കി, അവൻ താഴെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് ഇതൊക്കെ ഇനി കാണാം. അപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ട് കാണാം കേട്ടോ.